So, in this session, we are going to study the performance parameter of an IC engine. So, it is very important for your examination. Performance parameter of IC engines. Performance parameter of IC engines. So I will tell this through an example. So this is my fuel. Let's assume this is my fuel. So ഇതാണ് എൻ്റെ ഫ്യൂവൽ എന്ന് അസ്യൂം ചെയ്യുക. ഫ്യൂവൽ. So energy content of the fuel is called calorific value. Calorific value. So എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം ഫ്യൂവൽ ഉണ്ട്. ആ 1 കിലോഗ്രാം ഫ്യൂവൽ ബേൺ ചെയ്താൽ, കത്തിച്ചാൽ എനിക്ക് എത്ര ഹീറ്റ് എനർജി കിട്ടും, അതിനെയാണ് calorific value എന്ന് പറയുന്നത്. Calorific value or heat value, that is the energy content of the fuel once it burns. That is called calorific value or heating value. Heating value or heat value. So for petrol and diesel, calorific value is between calorific value CV of petrol and diesel between 42 to 45 megajoules per kilogram. So ഞാൻ 1 കിലോഗ്രാം പെട്രോളോ ഡീസലോ കത്തിച്ചാൽ എനിക്ക് 42 or 45 മെഗാജൂൾസ് ഓഫ് ഹീറ്റ് എനർജി കിട്ടും. അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. മെഗാജൂൾസ്, 1 megajoules means 10 raised to 6. 1 mega means 10 raised to 6 joules per kilogram. Okay, so just simply remember this. 1 mega means 10 raised to 6 joules per kilogram. So calorific value of a fuel is the energy content of the fuel. എന്ന് വെച്ചാൽ ഞാൻ 1 കിലോഗ്രാം ഫ്യൂവൽ ബേൺ ചെയ്താൽ എനിക്ക് എത്ര എമൗണ്ട് ഹീറ്റ് കിട്ടും, എത്ര ജൂൾസ് എന്ന് വെച്ചാൽ എനർജിയുടെ യൂണിറ്റാണ്, എത്ര ജൂൾസ് ഹീറ്റ് കിട്ടും, അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യം ഫ്യൂവൽ എടുത്തു. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫ്യൂവൽ. ഓക്കെ, ഫ്യൂവല് ഞാൻ ആ ഫ്യൂവലിനെ ബേൺ ചെയ്ത് ആ ഫ്യൂവലിൽ നിന്ന് എനിക്ക് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഞാൻ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ദ എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ once it burns. So it is the energy content of the fuel. എൻ്റെ 1 കിലോഗ്രാം ഫ്യൂവൽ ഉണ്ട്. ആ 1 കിലോഗ്രാം ഫ്യൂവൽ ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 45 മെഗാ ജൂൾസ് ഓഫ് എനർജി കിട്ടും. പക്ഷെ ആ 45 മെഗാ ജൂൾസ് ഓഫ് എനർജിയെയും എനിക്ക് പവർ ആയിട്ട് കിട്ടില്ല, കാരണം കമ്പസ്റ്റൻ ലോസസ് ആണ്. സോ എൻ്റെ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഉണ്ട്. ആ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഞാൻ ബേൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 42 to 45 മെഗാ ജൂൾസ് ഓഫ് എനർജി കിട്ടി. ആ എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഓഫ് ദ കമ്പസ്റ്റൻ ദർ ഇസ് എ കമ്പസ്റ്റൻ ലോസസ് ടു ദ അറ്റ്മോസ്ഫിയർ. സോ എനിക്ക് അതിനകത്ത് കുറച്ചൊരു എമൗണ്ട് മാത്രമേ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പവറിനെയാണ് ഞാൻ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ദെൻ സോ indicated power is a power obtained by the combustion of that fuel. ആ ഇൻഡിക്കേറ്റർ പവറിൽ നിന്ന് നമ്മൾ, this is my cylinder, piston, connecting rod, crank. Okay, so fuel ബേൺ ചെയ്തു, അപ്പം ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ പവർ ഈ പിസ്റ്റന്റെ അകത്തുനിന്ന് കിട്ടി. ഈ സിലിണ്ടറിനകത്തൊരു ഇൻഡിക്കേറ്റർ പവർ ഡെവലപ്പ് ചെയ്തു.
ഫ്യൂവൽ സിലിണ്ടറിൽ വന്നു. ആ ഫ്യൂവൽ കമ്പസ്റ്റൻ പ്രോസസ് വഴി ആ ഫ്യൂവൽ ബേൺ ചെയ്ത് ഹീറ്റ് എനർജി ഉണ്ടായി. നമുക്ക് ആ ഹീറ്റ് എനർജിയിൽ നിന്ന് എത്ര പാർട്ട് നമുക്ക് വർക്കായിട്ട് ഫ്യൂവൽ കൊടുക്കും, അതിനാണ് ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്. ബട്ട് ആ ഇൻഡിക്കേറ്റർ പവറിൽ നിന്ന് നമുക്ക് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്ത് അത് മോഷൻ കണക്ടിംഗ് റോഡിലൂടെ വന്ന് അത് ക്രാങ്കിലൂടെ കിട്ടിയാലേ നമുക്ക് ആ പവർ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ആ പവറിനെയാണ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ബ്രേക്ക് പവർ. Okay, so brake power is less than indicated power because of here we have frictional losses. So brake power is denoted by BP, indicated power is denoted by IP. So എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഉണ്ട്. ഫ്യൂവൽ ബേൺ ചെയ്തപ്പം എനിക്ക് ഹീറ്റ് എനർജി കിട്ടി. ആ ഹീറ്റ് എനർജിയിൽ നിന്ന് എത്രത്തോളം പവർ കിട്ടും അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്. ആ പവർ ഇൻഡിക്കേറ്റർ പവർ നമ്മുടെ പിസ്റ്റണിൽ വന്ന് ആ പിസ്റ്റണിൽ നിന്ന് കണക്ടിംഗ് റോഡ് വന്ന് കണക്ടിംഗ് റോഡിൽ നിന്ന് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന പവറിനെയാണ് ഞാൻ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ബ്രേക്ക് പവർ. ഓക്കെ, സോ നമ്മുടെ ഇൻഡിക്കേറ്റർ പവർ എപ്പോഴും ലാർജർ IP. ഇൻഡിക്കേറ്റർ പവർ ഈസ് ഡിനോട്ടഡ് ബൈ IP, ആൾവേസ് ലാർജർ ദാൻ BP, ബ്രേക്ക് പവർ. ഓക്കെ, അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻഡിക്കേറ്റർ പവർ, എന്താണ് ബ്രേക്ക് പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായോ? സോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്യൂവലിൻ്റെ അകത്ത് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എനിക്ക് കലോറിഫിക് വാല്യൂ കിട്ടും. ആ എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ, ആ എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു പവർ. എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ that can be converted into power is called indicated power, IP. So indicator പവറിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പിസ്റ്റന്റെ റെസിപ്രോക്കേഷനും കണക്ടിംഗ് റോഡിന്റെ റോക്കിംഗ് മോഷനും ക്രാങ്കിന്റെ റൊട്ടേഷനും കാരണം ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും. ആ ലോസസിനെ എല്ലാം കൂടി ചേർത്തതാണ് നമ്മളെ ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്. സോ ആ ഇൻഡിക്കേറ്റർ പവറിൽ നിന്ന് ഫ്രിക്ഷണൽ പവർ FP കുറയ്ക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് പവർ കിട്ടും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. സോ എത്രയാണ് നമ്മൾ ഈ ബോർഡിൽ നിന്ന് പഠിക്കുന്നത് വെച്ചാൽ എന്താണ് ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ. സോ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എനിക്ക് എത്ര ഹീറ്റ് എനർജി കിട്ടും, അതിനാണ് ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ആ കലോറിഫിക് വാല്യൂന്ന് എത്രത്തോളം പവർ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എനിക്ക് 40 മെഗാ ജൂൾസ് ഓഫ് ഹീറ്റ് എനർജി കിട്ടിയെന്ന് വെച്ചോ. പക്ഷെ എനിക്ക് 40 മെഗാ ജൂൾസ് ഓഫ് ഹീറ്റ് എനർജിയെ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവിടെ കമ്പസ്റ്റൻ ലോസസ് അറ്റ്മോസ്ഫിയറിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ 40ൽ നിന്ന് എനിക്കൊരു കുറച്ച് എമൗണ്ട് പവർ ആയിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ആ എമൗണ്ടിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്. ആ ഇൻഡിക്കേറ്റർ പവർ പിസ്റ്റണിൽ നിന്ന് ഇൻഡിക്കേറ്റർ പവർ ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്തു. ആ ഇൻഡിക്കേറ്റർ പവർ പിസ്റ്റണിൽ നിന്ന് കണക്ടിംഗ് റോഡിൽ വന്ന് ക്രാങ്കിൽ വന്ന് അത് ഔട്ട്പുട്ട് കിട്ടുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. ഇത്ര റീജിയനിൽ റെസിപ്രോക്കേഷനും റൊട്ടേഷനും മോഷൻ കാരണം ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ ലോസിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷണൽ പവറിൽ നിന്ന് എത്ര പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അപ്പൊ ഇൻഡിക്കേറ്റർ പവർ മൈനസ് ഫ്രിക്ഷണൽ പവർ, അതാണ് നമ്മുടെ എഞ്ചിന്റെ ഔട്ട്പുട്ട്. അപ്പൊ എക്സാമിനേഷന് നിങ്ങളോട് ചോദിക്കും എന്താണ് എഞ്ചിന്റെ ഔട്ട്പുട്ട്, ഇൻഡിക്കേറ്റർ പവർ ആണോ, ഫ്രിക്ഷണൽ പവർ ആണോ, ബ്രേക്ക് പവർ ആണോ? അപ്പൊ എഞ്ചിന്റെ ഔട്ട്പുട്ട് ഈസ് ആൾവേസ് ബ്രേക്ക് പവർ. ഓക്കെ, then examination you will get question like indicator power minus frictional power is equal to brake power. It is very important. So first question you get in the examination means output, engine output is brake power, frictional power, indicator power. That is brake power is the engine output. Then brake power is denoted by indicator power minus frictional power. What is frictional power? Frictional power is the losses incurred in piston, connecting rod and crank. It is formulated in the form of a power. That is called brake power. Okay. So ഇതാണ് ഈ ബോർഡിൽ നിന്ന് പഠിച്ചത്. സോ മനസ്സിലായാലും എന്താണ് എക്സാമിന് ചോദിക്കുന്നതെന്ന്. ഓക്കെ, ഡൺ. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പെർഫോമൻസ് പാരാമീറ്റർ ഓഫ് IC എഞ്ചിനാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കലോറിഫിക് വാല്യൂ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ,
അതിനെയാണ് നമ്മുടെ എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ. എനർജി കണ്ടന്റ് of the fuel is equal to mass flow rate of the fuel into calorific value. എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ എന്ന് വെച്ചാൽ എൻ്റെ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഉണ്ടെങ്കിൽ ആ ഫ്യൂവലിനെ ഞാൻ കമ്പസ്റ്റൻ പ്രോസസ്സ് നടത്തുമ്പോൾ എനിക്ക് എത്ര കിലോഗ്രാം ഓഫ് ഹീറ്റ് കിട്ടും, എത്ര കിലോ ജൂൾസ് ഓഫ് ഹീറ്റ് കിട്ടും, അതിനെയാണ് നമ്മൾ എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ എന്ന് പറയുന്നത്. മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സിലിണ്ടർ, എക്സോസ്റ്റ് വാൽവ്, ഇൻലെറ്റ് വാൽവ്. സക്ഷൻ സ്ട്രോക്കിൽ എൻ്റെ ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഇൻലെറ്റിലൂടെ എത്ര എയർ ഓർ പെട്രോൾ എഞ്ചിനാണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ അല്ലേ, അപ്പം എത്രത്തോളം ഫ്യൂവൽ എൻ്റർ ചെയ്യുന്നു, മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഫ്യൂവൽ എൻറ്റേർഡ് per time. എമൗണ്ട് ഓഫ് ഫ്യൂവൽ എൻറ്റേർഡിനെ നമ്മൾ കിലോഗ്രാംസിലാണ് പറയുന്നത്. കിലോഗ്രാംസ് പെർ ടൈം അവർ. സോ അതിനെയാണ് നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവലിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ കിലോഗ്രാം പെർ അവർ ആണ്. ഇപ്പോൾ ടൈമിലാണെങ്കിൽ നമുക്കത് കിലോഗ്രാം പെർ സെക്കൻഡ്സിലും പറയാം. ടൈം അവറിലും ഉണ്ട്, സെക്കൻഡ്സിലും ഉണ്ട്. അത് കിലോഗ്രാം പെർ അവർ എന്നും പറയാം, കിലോഗ്രാം പെർ സെക്കൻഡ് എന്നും പറയാം. ഓക്കെ, അതാണ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ. എമൗണ്ട് ഓഫ് ഫ്യൂവൽ എൻറ്റേർഡ് ത്രൂ ദ ഇൻലെറ്റ് വാൽവ് പെർ ടൈം, അതിനെയാണ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത്. കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എനിക്ക് എത്ര എനർജി കിട്ടും, മനസ്സിലായില്ലേ? അതേ ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ ആണ് എനർജി കണ്ടന്റ് ഓഫ് ദ ഫ്യൂവൽ. ആ എനർജി കണ്ടന്റിൽ നിന്ന് എനിക്ക് എത്രത്തോളം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് എനിക്ക് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. IP ഫോർ ഇൻഡിക്കേറ്റഡ് പവർ. ദെൻ ഇൻഡിക്കേറ്റഡ് പവർ ചെയ്യുന്ന ഫ്രിക്ഷൻ ലോസ് കുറച്ചാൽ, ഫ്രിക്ഷൻ ലോസ് മീൻസ് ഫ്രിക്ഷൻ ലോ ഓഫ് ഇൻഡിക്കേറ്റഡ് പവർ. This is my cylinder, piston. So fuel burned here, and how much energy of the fuel that can be converted into work or power, that is indicator power. That is my indicator power. But once that fuel is burnt, the piston moves backwards and crank, connecting rod reciprocate, connecting rod oscillate and crank rotate. We will get the output power. So there is a friction loss between piston motion, connecting rod oscillatory motion and crank reciprocating. There is a friction loss, crank rotation. There is a friction loss. That friction loss is subtracted and we will get brake power. Okay, so this is my input, this is my output, brake power. So brake thermal efficiency, brake thermal efficiency is defined as the brake power divided by input power. Input is how much energy is available in the input, mass flow rate of the fuel into calorific value. That is my brake thermal efficiency. So I will explain it one more time. എൻ്റെ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഉണ്ട്. ആ ഫ്യൂവലിനെ ആ 1 കിലോഗ്രാം ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എനിക്ക് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടും, അതിനെയാണ് എൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ആ കലോറിഫിക് വാല്യൂവിന് നമുക്ക് ആ ഫ്യൂവലിന്റെ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, മാസ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എനർജി ഫ്യൂവലിന് കിട്ടിയെന്ന് മനസ്സിലാവും. മാസ് ഫ്ലോ റേറ്റിനെ നമുക്ക് കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് എഴുതാം. കലോറിഫിക് വാല്യൂവിന് കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കിലോ ജൂൾസ് പെർ സെക്കൻഡ്. കിലോ ജൂൾസ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ കിലോ വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 കിലോ ഇവിടെ എഴുതുവാണേ, 1 കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1000 വാട്ട്. 1000 വാട്ട് 1000 ജൂൾസ് പെർ സെക്കൻഡ്. 1 വാട്ട് എന്ന് വെച്ചാൽ 1 ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ജൂൾ എന്ന് വെച്ചാൽ എനർജി. എനർജി എന്ന് വെച്ചാൽ എന്തുവാ? ജൂൾ. എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്.
എനർജി പെർ റേറ്റ് ഓഫ് ഡൂയിങ് എനർജി, അതാണ് പവർ എന്ന് പറയുന്നത്. ഒരു ടൈമിൽ ഒരു യൂണിറ്റ് സെക്കൻഡിൽ എത്ര എനർജി എത്ര വർക്ക് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. ഓക്കെ, സോ ഈ എനർജി കൺവേർഷൻ മനസ്സിലായല്ലോ. എനർജിയുടെ പവറിന്റെ യൂണിറ്റ് വാട്ടാണ്, വാട്ട്, W. ഒരു വാട്ട് എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ഓഫ് എനർജി എനിക്ക് എത്ര സെക്കൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ brake power is always in indicator power we will get in kilowatt, brake power we will get in kilowatt. This is my input, this is my output. So this first one is a brake thermal efficiency denoted by efficiency BT. Then I have indicated thermal efficiency. Indicator thermal efficiency is denoted by indicated power. Indicated power divided by IP divided by mass flow rate of the fuel into calorific value. You just divide. If I am going to calculate brake power, brake thermal efficiency, brake power is my output and mass flow rate of the fuel into calorific value is my input. And if I am going to find indicator thermal efficiency, indicator power is my output and mass flow rate of the fuel into calorific value is my input. So these are very, very important equations. You may get questions, so you will directly ask to do problem. They will give the values and you have to substitute and you have to get the solution. So next we have mechanical efficiency. So mechanical efficiency is given by output, engine output is brake power divided by indicator power. Input and output terms are mechanical energy. Indicator power is a mechanical power, right? So mechanical efficiency is equal to brake power divided by indicator power. Thermal efficiency means my input is energy is available in the form of heat energy. Input energy is available in the form of heat energy and output energy is available in the form of mechanical energy. So brake thermal efficiency means input energy is in thermal energy, mass flow rate of the fuel into calorific value. Output energy, mechanical energy. If it mechanical efficiency means both input and output are mechanical. So output by input is my efficiency. So output is brake power, input is mechanical power. So this is the equation for the mechanical efficiency. So I hope you guys understood these formulas. First we have to identify this. In this you have to study these two formulas. What do you mean by brake? For that you no need to by heart anything. You simply remember I have a 1 kilogram of fuel. So energy content of the fuel is equal to mass flow rate of the fuel into calorific value. How we got that value? Because if I burn 1 kilogram of fuel, I will get some amount of energy, 45 megajoules per kilogram. That energy is the heat value or calorific value of the fuel. In that value we will multiply with mass flow rate, we will get the energy content. Energy content, that is input. So that from that energy content how much power we can extract, that is my indicator power. That power we can extract. But from the indicator power we will remove the frictional losses and we will get the brake power. So energy content, mass flow rate of the fuel into calorific value. From the energy content we will get indicator power. Indicator power minus friction loss, I will get brake power. So I got brake thermal efficiency, indicator thermal efficiency, then mechanical efficiency. These two are the, you will directly ask you to find what is the mechanical efficiency of an IC engine. So it is brake power divided by indicator power. So it's very important. So you will get 3 questions from this board. Okay. So the equation for the brake thermal efficiency is brake power divided by mass flow rate of the fuel into calorific value. Both unit are in kilowatts.
this term's unit and this term's unit are in kilowatt. Then indicated thermal efficiency, indicated power divided by mass flow rate of the fuel into calorific value. This is my equation number 1. This is my equation number 2. So divide 1 by 2. So I will get efficiency B, brake thermal efficiency divided by efficiency, indicator thermal efficiency. So if I divide, so brake power divided by mass flow rate of the fuel into calorific value divided by indicated power divided by mass flow rate of the fuel into calorific value. If I divide, this is my numerator, this is my denominator. These two cuts and I will get brake power divided by indicator power. So this is a brake power divided by indicator power is by mechanical efficiency. So remember this relation, efficiency, brake thermal efficiency divided by indicated thermal efficiency is equal to mechanical efficiency. It is very important, you will get questions. So this is the first one, second one, third one. This is the fourth equation we are studying. This is the third equation. Brake power divided by indicator power is my mechanical efficiency. This is the third equation. This is the fourth equation. So these four things are very important. Next we have to study specific fuel consumption. So specific fuel consumption is defined as the mass flow rate of the fuel, mass flow rate of fuel in kilogram per hour. So I already told mass flow rate of the fuel is the mass of the incoming fuel through the inlet volume, inlet valve. Mass flow rate of the fuel means mass of the fuel coming through the inlet valve per time. That is the mass flow rate of the fuel. It is denoted by kilogram per hour or kilogram per second. So how to convert kilogram per hour to kilogram per second? Kilogram per 1 hour means 60 minutes. 1 minute means 60 seconds. So kilogram per hour is equal to 1 by, this is a conversion. Okay. So mass flow rate of the fuel, specific fuel consumption is defined as the mass flow rate of the fuel divided by brake power in kilowatt. So we have specific fuel consumption denoted by SFC. Brake specific fuel consumption, that is mass flow rate of the fuel divided by brake power, which is denoted by kilogram per hour divided by kilowatt, right? Kilogram per kilowatt hour. So understood, right? So this is the fifth relation. So this is a way we have to study. So first I understood brake thermal efficiency, then I understood indicator thermal efficiency. Both brake thermal efficiency divided by indicator thermal efficiency is my mechanical efficiency. So after that efficiency part is over. Next I have to study specific fuel consumption, that is a mass flow rate of the fuel for a unit power output. So for a unit power, for a 1 kilowatt of power, how much mass flow rate of fuel I needed. That is a specific fuel consumption. So 1 kilogram of power output, how much quantity of the fuel
how much rate of the fuel. Rate means per time, kilogram per time. Time in hour we are using for specific fuel consumption. So mass flow rate of fuel, that unit of mass flow rate is kilogram per time. That here you are using time as hour, kilogram per hour. How we can convert kilogram per hour to second means kilogram per divided by 1 hour means 3600 seconds. So specific fuel consumption is mass flow rate of the fuel kilogram per hour divided by power. Power means kilowatt. Power in kilowatt. So brake specific fuel consumption. Brake specific fuel consumption is mass flow rate of the fuel divided by brake power. Mass flow rate of the fuel divided by brake power, kilowatt per hour. Then I have one more. This is sixth equation. Indicated specific fuel consumption denoted by mass flow rate of the fuel divided by indicated power. Same unit, kilogram per kilowatt hour. This is a unit. So this is very important. You have to study this six relation. In this board we are studied six relation. First one initially we studied indicator thermal efficiency, then mechanical efficiency. After the indicator thermal, first we studied brake thermal efficiency, then indicator thermal efficiency, then divided by 1 divided by 2 mechanical efficiency. Then efficiency part is over. Then specific fuel consumption. In that we have studied what is specific fuel consumption. So mass of the fuel required, how much quantity of fuel required to get 1 kilowatt of power. So mass of the mass flow rate of the fuel divided by power, that is the specific fuel consumption. So it is denoted by kilogram divided by kilowatt hour. Okay, then specific fuel consumption itself we have brake specific fuel consumption and indicator specific fuel consumption. So if you are dividing by brake power, it is brake specific fuel consumption. If you are dividing by indicator power, then it is indicator specific fuel consumption. So that efficiency part is over, then the fuel consumption part is also over. So we have now six relation we have. ഞാനിപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വോളിമെട്രിക് എഫിഷ്യൻസി എന്നാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, അതിനുശേഷം സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ, ഇൻഡിക്കേറ്റർ സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ, ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വോളിമെട്രിക് എഫിഷ്യൻസി. വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ വോളിയം ഓഫ് ദ എയർ ഇൻഡക്റ്റഡ് to the cylinder reduced to the intake condition divided by swept volume. Volume of the air inducted to cylinder reduced to intake condition divided by swept volume. So this is my cylinder, this is my piston. Okay, first the piston is, let's assume this is my suction stroke. Suction stroke, inlet valve open and air enter through the inlet valve. So once the air enters through inlet valve, piston move from the top dead center to bottom dead center. So distance between top dead center to bottom dead center is called stroke length. And D is the volume. So swept volume is equal to pi by 4 D square into A. So these things we explained earlier. Now ഇതാണ് സെപ്റ്റ് വോളിയം. ഇത് ഞാൻ മലയാളം പറയാൻ എന്തുവാണ്. സോ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് വോളിമെട്രിക് എഫിഷ്യൻസി ആണ്. വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യും. ആ പിസ്റ്റന്റെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര എയർ ആ സിലിണ്ടറിലുള്ളത് കയറി വരും, ആ വോളിയം ആ സിലിണ്ടറിന്റെ അകത്തോട്ട് എയർ കയറി വരുന്ന വോളിയം, അത് നമ്മൾ VA എന്ന് പറയും. വോളിയം ഓഫ് ദ എയർ ഇൻഡക്റ്റഡ് ഇൻടു ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോളിയം. ഇതിനെയാണ് ഞാൻ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ വോളിയം ഓഫ് ദ എയർ ഇൻഡക്റ്റഡ് ടു ദ സിലിണ്ടർ, വോളിയം ഓഫ് ദ എയർ ഇൻഡക്റ്റഡ് ടു ദ സിലിണ്ടർ റെഡ്യൂസ്ഡ് ടു ഇൻടേക്ക് കണ്ടീഷൻ. എന്താണ് റെഡ്യൂസ്ഡ് ടു ഇൻടേക്ക് കണ്ടീഷൻ? ഇൻടേക്ക് കണ്ടീഷനിൽ എത്ര പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ എത്രത്തോളം എയർ സിലിണ്ടറിന്റെ അകത്തോട്ട് കയറും ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോളിയം.
അതിനാണ് നമ്മൾ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. You will get question. എന്താണ് വോളിയോമെട്രിക് എഫിഷ്യൻസി? ഓപ്ഷനിൽ പല ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് വെച്ചാൽ വോളിയം ഓഫ് ദ എയർ ആക്ച്വലി ഇൻഡക്റ്റഡ് into the cylinder reduced to intake condition divided by സെപ്റ്റ് വോളിയം. ഇങ്ങനെ കാണാൻ പഠിക്കണ്ട, ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലോട്ട് വന്നു. അപ്പോഴത്തേക്ക് പിസ്റ്റൺ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് അതിനാണ് സെപ്റ്റ് വോളിയം. അതാണ് ഡിനോമിനേറ്റർ വന്നു. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ ആ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം എയർ ഇൻഡക്ട് ചെയ്തു ടു ദ സിലിണ്ടർ, അതിനെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ.